എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ടെന്ന് പ്രസ്താവിക്കുന്ന ഒരു വ്യക്തിത്വത്തെ പരിചയപ്പെടാം. വെളിപാട് 1:18. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. പത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ടപ്പോൾ അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയതാണ് വെളിപാടിൻ്റെ പുസ്തകം. ഈ വാക്യം പ്രാരംഭ അധ്യായത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇത് അവസാന കാലത്തെയും ക്രിസ്തുവിൻ്റെ ആത്യന്തിക വിജയത്തെയും കുറിച്ച് യോഹന്നാന് ലഭിച്ച ദർശനങ്ങൾക്ക് വേദിയൊരുക്കുന്നു. ഈ വാക്യത്തിൽ യേശു യോഹന്നാനോട് സംസാരിക്കുന്നു. മരിച്ചവനായിരുന്നിട്ട് ഉയർത്തെഴുന്നേറ്റവനും എന്നേക്കും ജീവിച്ചിരിക്കുന്നവനും ആയവനാണ് ഇവിടുത്തെ ന്യായാധിപൻ. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ള നമ്മുടെ കർത്താവ് ഇവ രണ്ടിന്മേലും നിയന്ത്രണമുള്ളവനും മരിച്ചവരെ ഉയർപ്പിപ്പാൻ ശക്തനുമാകുന്നു. ഇവിടെ പാതാളം എന്നുള്ളത് ആത്മാവിനെയും മരണമെന്നുള്ളത് ശരീരത്തെയും കുറിക്കുന്നു. ഒരു വ്യക്തി മരിക്കുന്നതോടെ ആത്മാക്കൾ ചെന്നെത്തുന്ന സ്ഥലമാണ് പാതാളം. അവിടെ ആത്മാക്കൾ ശരീരം കൂടാതെ വസിക്കുന്നു. എന്നാൽ ശരീരം കല്ലറയിലേക്ക് മാറ്റപ്പെടുന്നു. ശരീരമില്ലാതെ പാതാളത്തിലായിരിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കർത്താവിനോട് കൂടെ ആയിരിക്കുന്നതിന് തുല്യമാണ്. പുനരുത്ഥാന ദിവസങ്ങളിൽ ആത്മാവ് ശരീരത്തോട് ചേർന്ന് മഹത്വീകരിക്കപ്പെട്ടതായി പിതാവിൻ്റെ സ്വർഗീയ ഭവനത്തിലേക്ക് എടുക്കപ്പെടും. ഈ വാക്യം മരണത്തിന്മേൽ ക്രിസ്തുവിൻ്റെ വിജയത്തെ പ്രതിഫലിപ്പിക്കുന്നു. അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ചരിത്രത്തിലെ കേവലം ഒരു സംഭവമല്ല, ശാശ്വതമായ ഒരു വിജയമാണ്. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശം വയ്ക്കുന്നതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവന സൂചിപ്പിക്കുന്നത് അവൻ ശാരീരിക മരണത്തെ മാത്രമല്ല, മരണത്തിൻ്റെയും നരകത്തിൻ്റെയും ശക്തികളെ കീഴടക്കി എന്നാണ്. അവ പലപ്പോഴും തിന്മയുടെ ശക്തികളെയോ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള അവസാന വേർപിരിയലിൻ്റെ ശക്തികളായി കാണപ്പെടുന്നു. മരണം ഭൂമിയിലെ ജീവിതത്തിൻ്റെ അവസാനത്തെ പ്രതീകപ്പെടുത്തുന്നു. മരണമുഖത്തെ നമുക്ക് പ്രത്യാശയുണ്ടായിരിക്കണം. ക്രിസ്തുവിൻ്റെ ശക്തിയുടെ ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. യേശുവിൻ്റെ അധികാരത്തിൽ നാം ആശ്രയിക്കണം. അവൻ്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും നമ്മുടെ വിശ്വാസം അർപ്പിക്കുകയും നിത്യയാഥാർത്ഥ്യത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുകയും കഷ്ടപ്പാടുകളിൽ വിജയമുണ്ടാകുമെന്നും ധൈര്യപ്പെടുകയും വേണം. സ്നേഹപിതാവേ, ഇന്നും എന്നേക്കും എല്ലാ ജീവൻ്റെയും ഉറവിടം യേശുക്രിസ്തുവാണെന്ന് അറിഞ്ഞുകൊണ്ട് അവനിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.